വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഅ്ജിസത്ത് കറാമത്ത് എന്നത് ഈ കാലത്ത് തീർത്തും ഉചിതമായ ഒരു വിഷയമാണ്. മുഅ്ജിസത്ത് കറാമത്ത് എന്നത് അല്ലാഹു തആല ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും നൽകുന്ന ഒരു മഹത്തായ കഴിവാണ്. ഈ മുഅ്ജിസത്ത് കറാമത്ത് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഉണ്ട് എന്നതിൽ തർക്കമില്ല. പിന്നെ തർക്കമുള്ളത് അത് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഇഖ്തിയാർ അനുസരിച്ച് ഉപയോഗപ്രദമാകുമോ എന്നതിലാണ്. അതിന് തെളിവായി സൂറത്ത് ആൽ ഇമ്രാനിൽ 49-ാം സൂക്തത്തിൽ കാണാം, അന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്രി ഫൻഫഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ് വഉബ്രിഉൽ അക്മഹ വഅബ്റസ വഉഹയിൽ മൗത ബിഇദ്നില്ലാഹ്. നിങ്ങൾക്ക് ഞാൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു തരാം, നിങ്ങൾക്ക് ഞാൻ രോഗങ്ങൾ മാറ്റിത്തരാം, അതുപോലെ നിങ്ങൾക്ക് ഞാൻ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ ജീവിപ്പിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലൂടെ മനസ്സിലാകാനാകുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഇഖ്തിയാറിനെയാണ് അവിടെ വ്യക്തമാക്കുന്നത് എന്നാണ്. ഇനി അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് ഇഖ്തിയാറുണ്ട് എന്നതിന് തെളിവായി സുയൂത്തി ഇമാം പറയുന്നു, വമാ ജാഅ ലിൽ അംബിയാഇ മുഅ്ജിസതൻ ജാസ ലിൽ ഔലിയാഇ കറാമതൻ. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് അനുവദനീയമാകുന്നത് പോലെ തന്നെ ഔലിയാക്കൾക്ക് കറാമത്തും അനുവദനീയമാണ്. ഇതിന് തെളിവായി ബുഖാരിയിലെ 2482-ാമത്തെ ഹദീസിൽ കാണാം, ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുവാൻ വേണ്ടി ഒരു സ്ത്രീ ഒരുങ്ങിത്തിരിക്കുകയും തന്റെ കയ്യിലുണ്ടായിരുന്ന കുട്ടി, സിനയിലുണ്ടായ കുട്ടി, അത് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടിയാണെന്ന് വാദിക്കുകയും ചെയ്തപ്പോൾ ജുറൈജ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ഫഖാല അബൂക യാ ഗുലാം, ആരാണ് നിന്റെ ഉപ്പ? അപ്പോ ആ കുട്ടി മറുപടി പറയുന്നു, ഖാല റായി, ആട്ടിടയനാണ് എന്ന് അവിടുന്ന് മറുപടി നൽകുന്നു. എങ്ങനെയാണ് ഈ ചെറിയ കുട്ടിക്ക് ഇതിന് മറുപടി നൽകാൻ കഴിയുന്നത്? അതാണ് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ഇഖ്തിയാർ അവിടെ വ്യക്തമാകുന്നുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ച് ഈ സ്വഹീഹ് ബുഖാരിയുടെ തന്നെ ശറഹായ ഫതഹുൽ ബാരിയിൽ കാണാം, ഫീഹി ഇസ്ബാതു കറാമത്തുൽ ഔലിയാഇ വവുഖൂ കറാമത്തു ലഹും ബിഖ്തിയാരിഹിം വതലബിഹിം. ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ട് എന്നത് സ്ഥിരപ്പെട്ടതാണ്. ഔലിയാക്കൾക്ക് അവരുടെ കറാമത്ത് സംഭവിക്കുന്നത് അവരുടെ ഇഷ്ടപ്രകാരവും അതുപോലെ തന്നെ അവരുടെ തേട്ടം അനുസരിച്ചു കൊണ്ടാണ്. നവവി ഇമാമിന്റെ ശറഹ് മുസ്ലിമിന്റെ 15-ാം വാള്യം 324-ൽ കാണാം, 324-ലും ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം എത്തിച്ചു തരാൻ പറയുമ്പോൾ ഇഫ്രീത്ത് എന്ന ജിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാമിനോടായി പറയുന്നുണ്ട്, താങ്കൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേച്ച് തിരിച്ചിരിക്കുന്നതിന് മുമ്പ് അത് ഞാൻ എത്തിക്കാമെന്ന് പറയുമ്പോൾ അക്കാലത്തെ വലിയ ഔലിയ ആയിരുന്ന ആസിഫ് ബിൻ ബർഹി പറയുന്നുണ്ട്, അന അതീക ബിഹി ഖബല അൻ യർതദ്ദ ഇലൈക തർഫക. താങ്കൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം ഇവിടെ എത്തിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത് ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും അവരുടെ ഇഖ്തിയാർ അനുസരിച്ചും തേട്ടമനുസരിച്ചും മുഅ്ജിസത്തും കറാമത്തും ഉപയോഗിക്കാം എന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.